2 ആണ്. നമ്മൾ മൊഡ്യൂൾ 1 എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. മൊഡ്യൂൾ 2-ൽ എന്തൊക്കെ പോർഷൻസ് ആണ് വരുന്നതെന്ന് നോക്കാം. മൊഡ്യൂൾ 2-ൽ 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ and vibrations of a stressed string derivation, solution of the wave equation using method of separation of variable, D'Alembert solution of the wave equation, one dimensional heat equation, derivation, solution of the heat equation. ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 2-ൽ വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിൽ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെറിവേഷൻ ഓഫ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ആണ്. ഡെറിവേഷൻ ഓഫ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്ക് വേവ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ ഒരു സ്ട്രിങ് ഉണ്ട്, ആ സ്ട്രിങ്ങിൽ നമ്മളിപ്പം ആ സ്ട്രിങ് വലിച്ചിട്ട് വിടുകയാണ്. അപ്പോൾ അത്രയും പോർഷനിൽ ഒരു വേവ് മോഷൻ നടക്കും. ആ വേവ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ട്രിങ് കൺസിഡർ ചെയ്യുകയാണ്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന സ്ട്രിങ് ഇതാണ്. ഇനി ഈ സ്ട്രിങ് ഞാൻ എടുത്തിരിക്കുന്നത് XY ആക്സിസിലാണ്. ഇതാണ് എൻ്റെ X ആക്സിസ്, ദെൻ ഇതെൻ്റെ Y ആക്സിസ്. ഓക്കെ, അപ്പോൾ XY ആക്സിസിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ സ്ട്രിങ് ഞാൻ നെയിം കൊടുക്കുന്നത് O ആൻഡ് A ആണ്. ഞാൻ സ്ട്രിങ്ങിൻ്റെ നെയിം OA എന്നാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ ഇതിലുണ്ടാവുന്ന വേവ് മോഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലുണ്ടാവുന്ന വേവ് മോഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണെന്ന് എടുക്കാം. ഇനി അപ്പോൾ ഞാനിവിടെ ഒരു കൺസിഡർ ലാസ്റ്റിക് സ്ട്രിങ് ആൻഡ് ദ ലെങ്ത് ഈസ് L ആണ് ഇവിടുത്തെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്. O എന്ന് പറയുന്ന ഒറിജിനാണ്. X ആക്സിസ് OA ആണ് വരുന്നത്. അതുപോലെ Y ആക്സിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിതിൽ നൊട്ടേഷൻ കൊടുത്തിട്ടില്ല. OB ആയിട്ട് എടുക്കുകയാണെങ്കിൽ OB ആണ് വരുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ സ്ട്രിങ്ങിൻ്റെ വേവ് മോഷനിൽ ഒരു പെർട്ടിക്കുലർ പോയിൻറ്റ്സ് ഞാൻ ഡിറൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. സോ ആ പോയിൻറ്റിന് ഞാൻ P എന്നും Q എന്നും കൊടുക്കുന്നുണ്ട്. ഓക്കെ, P ആൻഡ് Q. ഇനി ഈ Pനെ അതുപോലെ Qയിലും ഞാനൊരു ടാൻജൻറ്റ് വരയ്ക്കുകയാണ്. ഓക്കെ, Pയിലും Qയിലും ഞാനൊരു ടാൻജൻറ്റ് വരയ്ക്കുകയാണ്. ഓക്കെ, രണ്ടാമത് Q, രണ്ടിലും ഞാനൊരു ടാൻജൻറ്റ് വരച്ചു. അപ്പോൾ ഈ ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ Pയിലുള്ള ആംഗിള് ഞാൻ എടുത്തേക്കുന്ന Pയിലുള്ള ആംഗിളിനെ ഫൈ ആയിട്ടും അതുപോലെ തന്നെ Qയിൽ വരച്ചേക്കുന്നതിന് ഫൈ പ്ലസ് ഡെൽറ്റ ഫൈ ആയിട്ടാണ് എടുക്കുന്നത്. ഫൈ പ്ലസ് ഡെൽറ്റ ഫൈ എന്നുള്ള ഫോമിലാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആംഗിൾ കിട്ടിക്കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടെയുണ്ട്, Pയുടെയും Qവിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കാം. സോ അതിന് ഞാൻ ഡെൽറ്റ X ആയിട്ട് എടുത്തു. അപ്പോൾ ഫിഗർ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. ഇനി Pയിൽ വിത്ത് റെസ്പെക്റ്റ് ടു XY ആയിട്ട് എടുക്കുവാണ്. അങ്ങനെയെങ്കിൽ Q എന്ന് പറയുമ്പോൾ ഒരു ഡെൽറ്റ ഇവിടെ വരും, കാരണം ഇത്രയും ഡിസ്റ്റൻസ് വരെയല്ലേ. X പ്ലസ് ഡെൽറ്റ X, Y പ്ലസ് ഡെൽറ്റ Y. ഓക്കെ, ഫിഗറിൽ നിന്ന് ഇത്രയും നിങ്ങൾ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. ഇത് X ആക്സിസ്, ഇത് Y ആക്സിസ്. ഓക്കെ, അപ്പോൾ ഫിഗറിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. ഒരു സ്ട്രിങ്, അതിൻ്റെ വേവിൻ്റെ രണ്ട് പോയിൻറ്റ്സ് ഞാൻ PQ ആയിട്ട് മാർക്ക് ചെയ്തു. PQൻ്റെ ലെങ്ത് ഡെൽറ്റ X, Pനും Qനും ഒരു ടാൻജൻറ്റ് വരയ്ക്കുകയാണ്. അതിൽ Pയിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഫൈയും Qയിൽ വരുമ്പം ഫൈ പ്ലസ് ഡെൽറ്റ ഫൈയും ആണ് വരുന്നത്. ഇനി എഴുതുമ്പം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് എഴുതാം. ഓക്കെ, വേറെ ഒന്നുമില്ല. O എന്ന് പറയുന്ന ഒറിജിനാണ്, OA എന്ന് പറയുന്ന X ആക്സിസ്, OB എന്ന് പറയുന്നത് Y ആക്സിസ്. ഈ ഫോമിൽ നമുക്ക് എഴുതാം, മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് എഴുതാം. ഇനി സെൻറ്റൻസ് ആയിട്ട് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് സെൻറ്റൻസ് ആയിട്ട് എഴുതാം. ഇനി അതുപോലെ തന്നെ ഞാനിതിൽ PQ എന്ന് പറയുന്ന സ്ട്രിങ് ആണ് കൺസിഡർ ചെയ്തത്. P എന്ന് പറഞ്ഞാൽ XY ആൻഡ് X പ്ലസ് ഡെൽറ്റ X, Y പ്ലസ് ഡെൽറ്റ Y, Q. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ തന്നെ എഴുതാം. അതുപോലെ ഫൈ ആൻഡ് ഫൈ പ്ലസ് ഡെൽറ്റ ഫൈ, ദ ആംഗിൾ മെയ്ഡ് വിത്ത് ടാൻജൻറ്റ് അറ്റ് PQ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനി ഇത് നമ്മൾ മെയിൻ സംഭവത്തിലോട്ട് പോവുകയാണ്. M എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദി സ്ട്രിങ്. നമ്മളൊരു സ്ട്രിങ് എടുത്തു എന്ന് പറഞ്ഞു, അതിൻ്റെ മാസ്സാണ് M. ഇനി അവിടെ ഉണ്ടാവുന്ന ആക്സിലറേഷൻ, കാരണം അവിടെ ഒരു വേവ് ഉണ്ടാകുമ്പോൾ എന്തായാലും ഒരു ആക്സിലറേഷൻ കാണും. ആ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ Y ബൈ ഡോ T സ്ക്വയർ ആണ്. ഓക്കെ, ആക്സിലറേഷൻ ഡോ സ്ക്വയർ Y ബൈ ഡോ T സ്ക്വയർ. അപ്പോൾ മാസ് M, ആക്സിലറേഷൻ ഡോ സ്ക്വയർ Y ബൈ ഡോ T സ്ക്വയർ. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് എലമെൻറ്റ്. അവിടുത്തെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് ആണ് ആ എലമെൻറ്റിൽ ആക്ട് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് എലമെൻറ്റ്സ്, അതെടുക്കുമ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് എടുക്കുന്ന T ആണ്. T മീൻസ് ടെൻഷൻ സൈഡ്. ടെൻഷൻ നമ്മളിതിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടെൻഷനാണ് ഞാൻ ആദ്യം എടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് T ഇടുകയാണ്.
അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ നൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഈ ഫൈ പ്ലസ് ഡെൽറ്റ ഫൈ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ടി സൈൻ തീറ്റ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ടി സൈൻ എന്നുള്ള രീതിയിലാണ് നൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. ടി സൈൻ, ആദ്യം എന്തെടുക്കുക, ഈ ആംഗിൾ എടുക്കുക. നമ്മുടെ ക്യൂവിൽ മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിളാണ് ടി സൈൻ ഫൈ പ്ലസ് ഡെൽറ്റ ഫൈ മൈനസ്, പിന്നെ എന്തുണ്ട്, ക്യൂ ഇല്ലേ, പിയും ക്യൂ ആണ് എടുക്കുന്നത്. അപ്പോൾ അതിലുള്ളത് ടി സൈൻ ഫൈ. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് 2 സൈൻ 5 പ്ലസ് ഡെൽറ്റ ഫൈ ക്യൂ മൈനസ് ടി സൈൻ ഫൈ. ഈ ഒരു ഫോമിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പി ക്യൂ അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് വെച്ച് എടുത്തേക്കുന്നതാണ് വെർട്ടിക്കൽ കമ്പോണൻസ് അവിടുത്തെ. ഇപ്പം എന്തായാലും വെർട്ടിക്കൽ കമ്പോണൻ്റ് എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ സൈൻ ആയിരിക്കും വരുന്നത്. അവിടുത്തെ ഫോഴ്സസ് എന്നുള്ള രീതിയിൽ ഞാൻ ടി ആണ് നോട്ടേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തത്. ഓക്കെ, നമ്മുടെ ഫോം ഇതാണ്. ഇനി ഇതിൽ നിന്ന് ഞാൻ ടി പുറത്തെടുക്കുകയാണ്. രണ്ടിലും ടി ഉണ്ടല്ലോ. അപ്പോൾ ടി പുറത്ത് വരുമ്പം നമ്മുടെ അകത്തെ പോർഷനിൽ എന്ത് മാത്രമായിരിക്കും കാണുന്നത്, സൈൻ 5 പ്ലസ് ഡെൽറ്റ സൈ മൈനസ് സൈൻ 5. ഇനി ഇതിൽ ഫൈയും 5 പ്ലസ് ഡെൽറ്റ ഫൈ എന്ന് പറയുന്നത് നമ്മൾ സ്മോൾ അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം നെഗ്ലിജിബിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നെഗ്ലിജിബിൾ ആവുന്നതിന് നമ്മൾ പൊതുവേ സൈൻ അല്ല കൊടുക്കുന്നത്, എന്താണ് കൊടുക്കുന്നത്, ടാൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ ടാനിലോട്ട് മാറ്റുകയാണ്, കാരണം നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ ടി ഇൻറ്റു ടാൻ 5 പ്ലസ് ഡെൽറ്റ ഫൈ മൈനസ് ടാൻ 5. ഓക്കെ, ഇതാണ് എൻ്റെ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ആയി. ഇനി അടുത്ത ഞാൻ എഴുതാൻ പോകുന്ന സംഭവം നിങ്ങളത് പഠിച്ചു വെക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ഒരു സ്ലോപ്പ് ഓഫ് ദി കർവ് എന്ന് പറയുന്നത് നമ്മൾ മാത്സ് പഠിക്കുന്ന സമയത്ത് കൂടുതൽ യൂസ് ചെയ്യുന്ന സംഭവമാണ് സ്ലോപ്പ് ഓഫ് ദി കർവ്. സ്ലോപ്പ് ഓഫ് ദ കർവ് എന്ന് പറയുന്നത് dy ബൈ ഡി എക്സ് എന്നുള്ള ഫോമിലാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ ഒന്ന് പഠിച്ച് വെച്ചേക്കാറിനൂടാത്തവരാണെങ്കിൽ. ഇനി ആ ഒരു ഫോമിലോട്ട് എഴുതാൻ പോവുകയാണ്. ടി ഇൻറ്റു ഡോ വൈ ബൈ ഡോ എക്സ് ഓഫ് ക്യൂ മൈനസ് dy ബൈ ഡി എക്സ് ഓഫ് പി. ഈ ഒരു ഫോമിലല്ല ഞാൻ മുകളിൽ എന്ന് വെച്ചാൽ ടാൻ 5 പ്ലസ് ഡെൽറ്റ 5 എന്ന് പറയുന്നത് dy ബൈ ഡി എക്സ് ഓഫ് ക്യൂ ആണ് വരുന്നത്. ടാൻ 5 എന്ന് പറഞ്ഞാൽ പിയിലുള്ളതാണ് വരുന്നത്, അതേ ഇവിടെ മീൻ ചെയ്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഈ രീതിയിൽ ഞാൻ എഴുതിയായിരുന്നു. ഇനിയുള്ളത് നമ്മൾ ന്യൂട്ടൺസിൻ്റെ സെക്കൻഡ് ലോ യൂസ് ചെയ്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 നമ്മളിപ്പോൾ എഴുതിയത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ആദ്യത്തെ കൊടുത്തെന്ന് പറഞ്ഞ് തെറ്റില്ല, ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കാരണം നമ്മൾ സ്ലോപ്പ് ഓഫ് ദി കർവ് ബേസ് ചെയ്തിട്ട് കൊടുത്തതാണ്. ടി ഇൻറ്റു ഡോ വൈ ബൈ ഡോ എക്സ് ഓഫ് ക്യൂ മൈനസ് ഡോ വൈ ബൈ ഡോ എക്സ് ഓഫ് പി. ഇതെങ്ങനെയാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ വേറെ വലിയ കാര്യങ്ങളൊന്നും ഇതിൽ പറയാനില്ല. എന്താണ്, ടാൻ 5 പ്ലസ് ഡെൽറ്റ 5 എന്ന് പറയുന്നത് ഡോ വൈ ബൈ ഡോ എക്സ് ഓഫ് ക്യൂവും ടാൻ 5 എന്ന് പറയുന്നത് ഡോ വൈ ബൈ ഡോ എക്സ് ഓഫ് പിയും ആണ് വരുന്നത്. അങ്ങനെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കിട്ടിയത്. ഓക്കെ, ബാക്കിയുള്ളതിന് നോക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യാമെന്നാണ്. എന്താണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ? ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ പേർക്കും അറിയാവുന്ന കാര്യമാണ്. എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇതിൽ ഞാൻ മാസ് എടുക്കുമ്പോൾ ആ മാസും അവിടുത്തെ ഡിസ്റ്റൻസ് കൂടെയാണ് ഞാൻ എടുക്കുന്നത്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ. അത് ഞാൻ പ്രോബ്ലം ഡെറിവേഷൻ തുടങ്ങുന്ന സമയത്ത് മാസ് എം എന്നും ആക്സിലറേഷൻ ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എം ഇൻറ്റു ഡെൽറ്റ എക്സ് ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ ന്യൂട്ടൺസിലെ സെക്കൻഡ് ലോ ബേസ് ചെയ്തിട്ട് ഈ എം ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു ഡോ സ്ക്വയർ വൈ ഡോ ടി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഫോഴ്സിന് പകരം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഏതാണ്, ഇക്വേഷൻ നമ്പർ 1 എഴുതാം. ഡി വൈ ബൈ ഡി എക്സ് ഓഫ് ക്യൂ മൈനസ് ഡോ വൈ ബൈ ഡോ എക്സ് ഓഫ് പി. ഓക്കെ, അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ കമ്പോണൻ്റ് എടുത്ത ആ ഒരു ഫോഴ്സാണ് ഞാനിപ്പോൾ ഇവിടെ ടി ഇൻറ്റു എന്ന് വെച്ചാൽ ലാസ്റ്റ് നമുക്കിപ്പോൾ കിട്ടിയ ഇക്വേഷൻ. ഈ ഇക്വേഷൻ 1 എന്ന് കിട്ടിയ ഇക്വേഷനാണ് ഞാൻ എന്തായാലും ഫോഴ്സായിട്ട് എടുത്തത്. ഇനി ഇതിനെ ഒന്ന് നമുക്ക് മാറ്റി തിരിച്ച് ഒന്ന് സിംപ്ലിഫൈ ചെയ്തൊക്കെ എഴുതാം. എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കിവിടെ നിന്ന് ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ കിട്ടണം. അപ്പോൾ എന്ത് ചെയ്യും, എം ഇപ്പുറത്ത് വരുമ്പോൾ ടി ബൈ എം ആവും. പിന്നെ അകത്തുള്ള പോർഷൻ ഡോ വൈ ബൈ ഡോ എക്സ്. ഇനി ഞാനിവിടെ ക്യൂവിന് പകരം ക്യൂവിലുള്ള ആംഗിളാണ് കൊടുക്കുന്നത്. 5 പ്ലസ് ഡെൽറ്റ 5 മൈനസ് ഡോ വൈ ബൈ ഡോ എക്സ് ഓഫ്
നമ്മുടെ എന്തെല്ല പിയിലുള്ള ആംഗിൾ ഫൈ ആണ് വരുന്നത്. ഇതേ ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഡെൽറ്റ എക്സ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, എം എടുത്ത് ടിയുടെ താഴെയും ഡെൽറ്റ എക്സ് ഇപ്പുറത്തും കൊടുത്തു. രണ്ടും ഒരുമിച്ച് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. എം ടിയുടെ താഴെയും ഡെൽറ്റ എക്സ് ഇവിടെ എന്നുള്ള രീതിയിൽ. കാരണം ഡി വൈ ബൈ ഡി എക്സ് വരുന്നതുകൊണ്ട് ഡെൽറ്റ എക്സ് ഇതിൻ്റെ താഴെ എഴുതിയെന്നേ ഉള്ളൂ. ഇനി ബൗണ്ടറി കണ്ടീഷനായിട്ട് ഞാൻ എക്സ് ഇസിക്കൽ ടു 0 എന്നുള്ളത് കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് എനിക്ക് കിട്ടേണ്ട വാല്യൂ ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ഇസ് ഇക്വൽ ടു ടി ബൈ എം ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. പഠിച്ചു വെച്ചേക്കാം. എക്സ് 0 ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ഇസ് ഇക്വൽ ടു ടി ബൈ എം ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതത്രയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിൽ ടി ബൈ എമ്മിന് പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എ സ്ക്വയർ ആണ്. അപ്പോൾ എങ്ങനെ വരും? ഡി സ്ക്വയർ, ഡി അല്ല ഡോ ആണേ, ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഇക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഓക്കെ, ഈ ഒരു ഫോമിലോട്ട് കിട്ടി. ഇനി ഇതാണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഇതിന് പൊതുവെ പറയുന്ന പേരാണ് 1 ഡയമെൻഷണൽ ഇക്വേഷൻ. ഓക്കെ, അപ്പം നിങ്ങൾ എഴുതുകയോടെ വേണം. ദിസ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഓൾസോ നോൺ ആസ് 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. അതുപോലെ തന്നെ സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ്, ഇറ്റ്സ് നൊട്ടേഷൻ x of y of xt, where x distance, t time. ഓക്കെ, അപ്പോൾ ഡെറിവേഷൻ ചോദിച്ചാൽ നമ്മൾ പഠിച്ച ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഡെറിവേഷനിൽ എഴുതേണ്ടത്. അപ്പോൾ മറന്നു പോകരുത്, ഡെറിവേഷനിൽ വരുന്ന പോർഷനാണ്. ഇതിൻ്റെ നോട്ട്സ് വേണമെങ്കിൽ ഞാൻ അറ്റാച്ച് ചെയ്തേക്കാം. ഇനി ഈ ഒരു പോർഷനിൽ പഠിക്കേണ്ട അസംഷൻ കൂടെയുണ്ട്. അസംഷൻസൊക്കെ 3 മാർക്സിന് ചോദിക്കാം. ദീസ് ആർ ദ അസംഷൻ. സിമ്പിളാണ്, വായിച്ചാൽ മനസ്സിലാവാവുന്നേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ ഒന്ന് വായിക്കാം. ദ മോഷൻ ടേക്കൺ പ്ലേസ് എൻറ്റയർലി ഇൻ വൺ പ്ലെയിൻ ആൻഡ് ഇൻ ദിസ് പ്ലെയിൻ ഈച്ച് പാർട്ടിക്കിൾസ് മൂവ്സ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ഇക്വിലിബ്രിയം പൊസിഷൻ. The tension of string constant, gravitational force is negligible, string is perfectly elastic, uniform and does not resist to bending. Last assumption, friction is negligible. It is the important assumptions.